ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഓർഗാനിക് കെമിസ്ട്രിയിലെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. IUPAC നോമൻക്ലേച്ചർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. റിയാക്ഷൻ മെക്കാനിസം. ഈ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നത് എങ്ങനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്ന ഈ ടോപ്പിക് ബാക്ക് ബോൺ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബാക്ക് ബോൺ ഇതാണ് റിയാക്ഷൻ മെക്കാനിസം. ഈ റിയാക്ഷൻ മെക്കാനിസം അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക് കെമിസ്ട്രി ഒന്നുമല്ല, അവന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവന് പറ്റും, റിയാക്ഷൻ മെക്കാനിസം അറിയാമെങ്കിൽ. അപ്പൊ റിയാക്ഷൻ മെക്കാനിസം ആണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ബാക്ക് ബോൺ. ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഓരോ ചെറിയ പോർഷൻ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ റിയാക്ഷൻ മെക്കാനിസം, എന്താണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് നോക്കാം. അപ്പൊ ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിലൊരു റിയാക്റ്റന്റ് ഉണ്ടാവും, റിയേജന്റ് ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവും? നിങ്ങൾ പറ. റിയാക്റ്റന്റ് ഉണ്ടാവും, പറ. റിയാക്റ്റന്റ് ഉണ്ടാവാം, റിയേജന്റ് ഉണ്ടാവാം. റിയാക്റ്റന്റ് ഉണ്ട്, റിയേജന്റ് ഉണ്ട്. സംഭവിക്കുന്നത് റിയേജന്റുകൾ റിയാക്റ്റന്റിലേക്ക് വരുന്ന സമയത്ത്, എന്താ പറയുക, റിയേജന്റുകൾ റിയാക്റ്റന്റിലേക്ക് വരുന്ന സമയത്ത് റിയാക്റ്റന്റിലെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇന്റർമീഡിയറ്റുകൾ, എന്താ ഇന്റർമീഡിയറ്റ്സ്, അതായത് ഈ റിയേജന്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇന്റർമീഡിയറ്റുകളായി മാറും. ഇന്റർമീഡിയറ്റ്, ഈ ഇന്റർമീഡിയറ്റ് റിയേജന്റായിട്ട് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആയി മാറും. ഇതാണ് ഓർഗാനിക് റിയാക്ഷന്റെ കോമൺ മെക്കാനിസം. നമ്മൾ മനസ്സിലാക്കുന്നത്, ഏത് ഓർഗാനിക് റിയാക്ഷൻ ആയാലും ഒരു റിയാക്റ്റന്റ് ഉണ്ടാവും, ഒരു റിയേജന്റ് ഉണ്ടാവും. റിയേജന്റുകൾ റിയാക്റ്റന്റിലേക്ക് വരുന്ന സമയത്ത് റിയാക്റ്റന്റിലെ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അവർ ഇന്റർമീഡിയറ്റുകളായി മാറും. ആ ഇന്റർമീഡിയറ്റുകൾ ആരായിട്ട് കമ്പൈൻ ചെയ്യും? റിയേജന്റുകളായിട്ട് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആയി മാറും. ഇതാണ് ഓർഗാനിക് റിയാക്ഷന്റെ കോമൺ മെക്കാനിസം. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ആദ്യം ബോണ്ട് ബ്രേക്കേജ് ഇന്റർമീഡിയറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. എന്നിട്ട് ഇതിലേക്ക് വരുന്ന റിയേജന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഇവരുടെ കോമ്പിനേഷൻ കമ്പൈൻ ചെയ്യാൻ കോമ്പിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി പഠിക്കണം. അങ്ങനെ 3 പാർട്ടായിട്ട് വേണം ഇതിനെ പഠിക്കാൻ. ആദ്യം ബ്രേക്കിംഗ് ഓഫ് കോവലന്റ് ബോണ്ട്സ് പഠിക്കാം. ഈ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഈ ഇന്റർമീഡിയറ്റുകൾ റിയേജന്റുകളായിട്ട് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആയി മാറണം. ആ പ്രോഡക്റ്റ് ഏതാണെന്ന് പഠിക്കണം. അപ്പൊ നമ്മൾ ഓരോ സെക്ഷനായിട്ട് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ബ്രേക്കിംഗ് ഓഫ് കോവലന്റ് ബോണ്ട്. എങ്ങനെയൊക്കെ ഒരു കോവലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് ഒരു കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. 2 ടൈപ്പ് ഫിഷനാണ്. ഹോമോലിറ്റിക് ക്ലീവേജ് and heterolytic cleavage. Homolytic cleavage, heterolytic cleavage. രണ്ട് രീതിയിലാണ് കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. 2 പോസിബിലിറ്റി ആണ്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം ഹോമോലിറ്റിക് ക്ലീവേജ് എന്നുള്ളത്. എടാ നോക്കിയാൽ ഇത് ഈഥൈൻ മോളിക്യൂളാണ്. ഇതിനെ സൺലൈറ്റിന്റെ പ്രസൻസിൽ വെക്കാം, അല്ലെങ്കിൽ UV ലൈറ്റ് ആവാം, അല്ലെങ്കിൽ ഹീറ്റ് ആവാം. സൺലൈറ്റിന്റെയോ UV ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ ഈ കോവലന്റ് ബോണ്ട് 2ആയിട്ട് ബ്രേക്ക് ചെയ്യും. 2ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒരു കോവലന്റ് ബോണ്ട് 2 ഇലക്ട്രോൺസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് ഇയാൾക്കൊരു ഇലക്ട്രോൺ കിട്ടുന്നില്ല, ഇയാൾക്കൊരു ഇലക്ട്രോൺ കിട്ടുക. അതായത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 ആറ്റത്തിനും നോക്കിയതാണ് ഒരു ഇലക്ട്രോൺ ഇവിടെ വരും. ഇതിനാണ് ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുന്നത് സൺലൈറ്റ്, UV ലൈറ്റ് ഓർ ഹീറ്റ്. സൺലൈറ്റിന്റെയോ UV ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിലാണ് നടക്കുന്നത് ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുക. ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ബോണ്ട് ബ്രേക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് both bond atom gets 1 electron. ഒന്നുമില്ല, അങ്ങനെ പറയണ്ട. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺസ് കിട്ടുന്ന രീതിയിൽ ബോണ്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ആ ബ്രേക്കിങ്ങിൽ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ്.
ആ ബ്രേക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ്. അതായത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ട് കാർബൺ ആറ്റമില്ലേ, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടുക, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടുക, അങ്ങനെ മിഡിലൂടെ ബ്രേക്ക് ചെയ്യാം. നടക്കുന്നത് സൺലൈറ്റ്, യു വി ലൈറ്റ് ഓർ ഹീറ്റ്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന്റെ പ്രസൻസിൽ മാത്രമേ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുള്ളൂ. ഹോമോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് ഫ്രീ റാഡിക്കൽസ് ആണ്. ഹോമോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് ഏതാ? ഫ്രീ റാഡിക്കൽസ്. എന്താണ് ഫ്രീ റാഡിക്കൽ എന്ന് ചോദിക്കുക. ഈ കാർബൺ കണ്ടോ, ഈ കാർബൺ ചുറ്റും എത്ര ബോണ്ട് പെയർ ആണത്? 1 2 3. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ആ കാർബൺ ചുറ്റും 3 ബോണ്ട് പെയറും ഒരു സിംഗിൾ ഇലക്ട്രോണെ കാണുന്നുണ്ടോ? 3 ബോണ്ട് പെയർ 6 ഇലക്ട്രോൺ പ്ലസ് 1 7 ഇലക്ട്രോൺ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ കാർബൺ ചുറ്റും 7 ഇലക്ട്രോൺ ഇല്ലേ? ക്ലിയർ. അപ്പൊ ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മക്കൾ പറയുന്നില്ല, bond break in such a way that both bonded atom gets 1 electron. അത്രയും വലിച്ചു നിൽക്കണം വേണ്ട. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺസ് കിട്ടുന്ന രീതിയിൽ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. സൺലൈറ്റിന്റെയോ യു വി ലൈറ്റിന്റെയോ മക്കള് പറ ഹീറ്റിന്റെയോ പ്രസൻസിലാണ് നടക്കുക ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുക. ഹോമോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് ഏതാ? ഫ്രീ റാഡിക്കൽസ്. ഏതാ? ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആറ്റം ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആവാം. ഇറ്റ് മേ ബി ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. പക്ഷെ അതിന് ചുറ്റും ഓഡ് ഇലക്ട്രോൺ ആയിരിക്കും. എന്തായിരിക്കും? ഓഡ് ഇലക്ട്രോൺ. കണ്ടോ? 2 4 6 7. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, ഫ്രീ റാഡിക്കൽ. അപ്പൊ ഹോമോലിറ്റിക് ക്ലീവേജ് അറിയാലോ. അപ്പൊ 2 രീതിയിലാണ് കോവലന്റ് ബോണ്ട് ബ്രേക്ക്. ഞാൻ പറഞ്ഞു ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടന്റിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും ആദ്യം, എന്നിട്ട് ഇന്റർമീഡിയറ്റുകളായി മാറും. ആ ഇന്റർമീഡിയറ്റുകൾ റിയേജന്റുകളായിട്ട് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആയി മാറും. റെഡി അല്ലേ? ഇവിടെ നമ്മൾ ആദ്യം ബ്രേക്കിംഗ് എങ്ങനെ പഠിച്ചു? ഒരു കോവലന്റ് ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് പഠിച്ചു. ഒന്നാമത്തെ മെത്തേഡ് ഒരു പോസിബിലിറ്റി ഹോമോലിറ്റിക് ക്ലീവേജ് ആണ്. ഹോമോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് ഏതാ? പറയൂ. ഹോമോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് ഏതാ? ഫ്രീ റാഡിക്കൽസ്. ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആണ്? അപ്പോൾ ഇന്റർമീഡിയറ്റ്, ഇതാണ് ഇന്റർമീഡിയറ്റ്. ഹോമോലിറ്റിക് ക്ലീവേജ് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ്. നോക്കിയേ, ഈ ഫ്രീ റാഡിക്കലിന് ചുറ്റും എത്ര ബോണ്ട് പെയർ ആണ് മക്കളെ പറഞ്ഞേ? ആ കാർബണിന് ചുറ്റും 3 ബോണ്ട് പെയർ അല്ലേ? 3 ബോണ്ട് പെയർ അല്ലേ? ഒരു കാർബണിന് ചുറ്റും 2 ബോണ്ട് പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp, 3 ബോണ്ട് പെയർ ആണെങ്കിൽ sp2, 4 ബോണ്ട് പെയർ ആണെങ്കിൽ sp3, 5 ആണെങ്കിലോ ഒരു കാർബണിന് ചുറ്റും 5 ബോണ്ട് പെയർ ഉണ്ടെങ്കിലോ നോക്കണ്ട, കാർബണിന്റെ ബാലൻസ് 4 ബോണ്ട് പെയർ ഉണ്ടാവുള്ളൂ, 5 ഉണ്ടാവില്ല. പുക ചിന്തിച്ചോണ്ടിരിക്കണ്ട. അപ്പൊ എത്ര ബോണ്ട് പെയർ ഉണ്ടാവുള്ളൂ? 4. ക്ലിയർ? 4 ആണെങ്കിൽ sp3. അങ്ങനെ sp ആവാം, കാർബണിന്റെ ഹൈബ്രിഡ് sp2 sp3 വരെ പോകുള്ളൂ. അപ്പൊ ഈ കാർബണിന് ചുറ്റും എത്ര ബോണ്ട് പെയർ ഉള്ളത്? 3 ബോണ്ട് പെയർ. ഈ കാർബണിന് ചുറ്റും 3 ബോണ്ട് പെയർ. 3 ബോണ്ട് പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ഷേപ്പ് ട്രൈഗോണൽ പ്ലാനാർ. ഷേപ്പ് എന്താ? ട്രൈഗോണൽ പ്ലാനാർ. ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഹോമോലിറ്റിക് ക്ലീവേജ് നമുക്ക് പോസിബിലിറ്റി അടുത്തത്. അപ്പൊ ഹോമോലിറ്റിക് ക്ലീവേജിന്റെ ഇന്റർമീഡിയറ്റ് ഏതാണെന്ന് വെച്ചിട്ട് പറയാം. ഹോമോലിറ്റിക് ക്ലീവേജിന്റെ ഇന്റർമീഡിയറ്റ് ആണ് ഫ്രീ റാഡിക്കൽ. എന്താണ്? ഫ്രീ റാഡിക്കൽസ്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പഠിച്ചു, അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് ഏതാണെന്ന് പഠിച്ചു. ഓക്കെ, അടുത്തത് നമ്മൾ പറയാം. ആ ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ ആണ്. ഫ്രീ റാഡിക്കലിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp2. എങ്ങനെ മനസ്സിലായി? ആ കാർബണിന് ചുറ്റും 3 ബോണ്ട് പെയർ ആണ്. ഓക്കെ, ഇനി ഹെറ്ററോഡൈനാമിക് ക്ലീവേജ്. ഈ ഹോമോലിറ്റിക് ക്ലീവേജ് നമ്മൾ നോക്കിയേ, ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുന്നത് 2 സിമിലർ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടിലാണ് ഹോമോലിറ്റിക് ക്ലീവേജ് ഈസിയായി ഫേവർ ചെയ്യാം. അതായത് എനിക്കും നിനക്കും സെയിം ബോണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബോണ്ട് ക്ലീവ് ചെയ്യാൻ ഹോമോലിറ്റിക് ക്ലീവേജ് എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാം? ഡൊമിനേറ്റ് ചെയ്യാം. ക്ലിയർ? നോക്കോ, ഇവിടെ കാർബണും ക്ലോറിനും മക്കൾ പറ, ആരാ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്? പറഞ്ഞു ആരാണ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്? ക്ലോറിനല്ലേ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്. റെഡിയാണല്ലോ? റെഡി. എനിക്കറിയാം റെഡിയാണ്, നീ പറഞ്ഞ റെഡിയാ. ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോൺസിനെ ക്ലോറിൻ വാങ്ങും. ബോണ്ട് ബ്രേക്ക് ചെയ്ത ഇലക്ട്രോൺസിനെ ക്ലോറിൻ വാങ്ങും. എന്തായി മാറും? പറഞ്ഞു CH3 പ്ലസും പറ CL മൈനസ് ആയി മാറി.
CH3 പ്ലസും Cl മൈനസും. റെഡി അല്ലേ? ഇനി ഇവിടെ കാണുന്നതായിരിക്കും പ്ലസും Cl മൈനസും എഴുതിയേ. അതായത് എങ്ങനെ ബോണ്ട്, ഇത് സിമെട്രിക്കൽ ക്ലീവേജ്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എനിക്കും നിനക്കും ഒരുപോലെ ഒരു സാധനം നമ്മൾ എടാ ഞാൻ 5 രൂപ കൊടുത്തും നീ 5 രൂപ കൊടുത്തും ഒരു എന്ത് നമ്മൾ 10 രൂപ കൊടുത്ത് ഷെയർ ചെയ്ത ഒരു സാധനം വാങ്ങി. അപ്പൊ നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യാം? രണ്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യല്ലേ ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സിമെട്രിക്കൽ ക്ലീവേജ്. ക്ലിയർ അല്ലേ? ഇനി ഒരു സാധനം കണ്ടപ്പോൾ എന്ത് ചെയ്യാ? 10 രൂപ വേണം, നിന്റെ കയ്യിൽ 5 രൂപയുണ്ട്. നീ എന്ത് ചെയ്തു? എൻ്റെ 5 രൂപ കൂടി കടം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ രണ്ടുപേരും കൂടി വാങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വാങ്ങും. ക്ലിയർ? നമ്മുടെ എൻ്റെ 5 രൂപയും നിന്റെ 5 രൂപ എടുത്ത് നമ്മൾ സാധനം വാങ്ങിയിട്ട് നീ അതെടുത്ത് കൊണ്ടുപോവുക. അതിനാണ് ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ്. അൺസിമെട്രിക്കൽ ക്ലീവേജ് എന്ന് വിളിക്കാം. അൺസിമെട്രിക്കൽ ക്ലീവേജ് അതായത് ഈ രണ്ട് ഇലക്ട്രോണിനെയും ക്ലോൺ എടുത്തപ്പോൾ CH3 പ്ലസും Cl മൈനസ് ആയി മാറും. Cl മൈനസ് തിരിച്ചു ആവാം. നോക്കും CH3MgBr. ഇവിടെ കാർബൺ മെഗ്നീഷ്യത്തിൽ ആരാ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്? കാർബൺ. മെഗ്നീഷ്യം മെറ്റൽ അല്ലേ? മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്. മെറ്റൽസിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന കഴിവാണത്, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള കഴിവല്ല ഉള്ളത്. അപ്പൊ മെറ്റൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, കാരണം മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പം ആരാണോ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് അയാളാണ് ഇലക്ട്രോൺ വാങ്ങുക. ഇവിടെ ക്ലോറിൻ ആയിരുന്നു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, അതുകൊണ്ട് ക്ലോറിൻ വാങ്ങി. ഇവിടെ കാർബൺ ആണ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, അതുകൊണ്ട് ആര് വാങ്ങണം? കാർബൺ വാങ്ങണം. റൈറ്റ്. പ്ലസ് MgBr പ്ലസ് കിട്ടിയ എടാ ഈ ഇന്റർമീഡിയറ്റ് വിളിക്കുന്ന പേരാണ് കാർബോകാറ്റയോൺ. ഈ ഇന്റർമീഡിയറ്റ് വിളിക്കുന്ന പേരാണ് കാർബ് ആനയോൺ. അപ്പൊ എന്താണ് ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ്? അൺസിമെട്രിക്കൽ ക്ലീവേജ് ഓഫ് കോവലന്റ് ബോണ്ട്. അതായത് കോവലന്റ് ബോണ്ടുകൾ അൺസിമെട്രിക്കൽ ക്ലീവേജ് നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ്. റൈറ്റ്? ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ്. അത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് മിക്കവാറും എന്ത് നടക്കുക? ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ് നടക്കുക. ഞാനും നീ തമ്മിൽ ബോണ്ട് ഉണ്ട്, നീ മോറ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് എന്നെക്കാളും, അപ്പോഴാണ് എന്ത് നടക്കുക? ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ് നടക്കുക. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ബോണ്ടുകളിലാണ് എന്ത് നടക്കുക? ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ് ഫേവർ ചെയ്യാം. ഹെറ്ററോഡൈറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് കാർബോകാറ്റയോണും കാർബാനയോൺ. എന്താണ് കാർബോകാറ്റയോൺ? അപ്പൊ ഹെറ്ററോഡൈറ്റിക് ക്ലീവേജ് പഠിച്ചു. ഹെറ്ററോഡൈറ്റിക് ക്ലീവേജിന്റെ ഫലമായിട്ട് രണ്ട് ഇന്റർമീഡിയറ്റുകളാണ് ജനറലി ഉണ്ടാവാറ്, കാർബോകാറ്റയോണും കാർബാനയോണും. കാർബോ ആനയോൺ അല്ല, കാർബാനയോൺ. കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഹാവിംഗ് കാർബൺ കാരിയിങ് പോസിറ്റീവ് ചാർജ്. കാർബ് ആനയോൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഹാവിംഗ് കാർബൺ കാരിയിങ് നെഗറ്റീവ് ചാർജ്. ഡൺ? ഓക്കെ. കാർബൺ മക്കളെ പറഞ്ഞേ, ആ കാർബൺ ചുറ്റും എത്ര ബോണ്ട് പെയറാണ്? ടോട്ടൽ പെയർ എത്രയാണ്? ആ കാർബൺ ചുറ്റും 3 ബോണ്ട് പെയർ അല്ലേ? സോ ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. ഷേപ്പ് ഈസ് ട്രൈഗണൽ പ്ലാനാർ. ചോദിക്കാറുണ്ട്, വാട്ട്സ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ കാർബോകാറ്റയോൺ? sp2. ഷേപ്പ് ഈസ് ട്രൈഗണൽ പ്ലാനാർ. ഓക്കേ. നെക്സ്റ്റ്, ആ കാർബാനയോൺ എത്ര ബോണ്ട് പെയറാ? 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. ടോട്ടൽ എത്ര പെയറാ? 4. ടോട്ടൽ പെയർ നോക്കിയിട്ട് അത് എത്ര ബോണ്ട് പെയർ ആവാം, ലോൺ പെയർ ആവാം. കെമിക്കൽ ബോണ്ടിങ് പഠിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല, പഠിച്ചേ പറ്റും. ഞാൻ വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടാണ്. അപ്പോൾ 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ, 4 പെയർ. സോ ഇറ്റ്സ് ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. ഷേപ്പ് ഈസ് പിരമിഡൽ ഷേപ്പ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്ലീവേജ് പഠിച്ചു. ഹോമോലൈറ്റിക് ക്ലീവേജും ഹെറ്ററോലൈറ്റിക് ക്ലീവേജും. ഹോമോലൈറ്റിക് ക്ലീവേജിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റുകളെ നമ്മൾ വിളിച്ച പേരാണെന്ന് ഫ്രീ റാഡിക്കൽ. ഹെറ്ററോലൈറ്റിക് ക്ലീവേജിന്റെ ഫലമായി ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റുകളെ നമ്മൾ വിളിച്ച പേരാണെന്ന് കാർബോകാറ്റയോൺ ആൻഡ് കാർബാനയോൺ. ക്ലിയർ ആണോ? കാർബോകാറ്റയോൺ, കാർബ് ആനയോൺ. റൈറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഏതൊക്കെ രീതിയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പഠിച്ചു.
അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇന്റർമീഡിയറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ഇതിലേക്ക് വരുന്ന റിയേജന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ? റിയേജൻസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയേജൻസ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയേജന്റുകളെ പറ്റി പഠിക്കുകയാണ് നമ്മൾ. മക്കളെ, എടാ നിന്റെ ഇന്റർമീഡിയറ്റ് റാഡിക്കൽ ആണെന്ന് പഠിച്ചു. ഇതിനൊക്കെ എത്ര ഇലക്ട്രോണാണ്? 7. ഇതിന് സ്റ്റേബിൾ ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? 8. ചുരുക്കി പറയടാ, ഈ ഇവിടെ എത്ര ഇലക്ട്രോണാ? 6, 7 ഇലക്ട്രോൺ അല്ലേ? ഇതിന് സ്റ്റേബിൾ ആവാൻ ഒരു ഇലക്ട്രോൺ കൂടെ വേണ്ടേ അല്ലേ? അപ്പൊ നോക്കിയേ, ഇതിപ്പോ നോക്കിക്കോ, നീ നോക്കിക്കോ. കണ്ട ഒരു ഇലക്ട്രോൺ എന്തായി മാറി? സ്റ്റേബിളായി മാറിയോ? പറയുന്നില്ല. CH3Cl. റൈറ്റ്? നോക്കിയേ, അല്ലെങ്കിൽ OH മൈനസ് എന്താ കിട്ടിയ? അയ്യോ പ്രോഡക്റ്റ് മാറില്ലേ? CH3OH. അടുത്തത് നോക്കിക്കോ, എന്താണ് NO2 പ്ലസ്. കിട്ടിയല്ലോ. എടാ ഇതിനെ വിളിക്കുക ഫ്രീ റാഡിക്കൽ, ഇതിനെ വിളിക്കുക കാർബോകാറ്റോൺ, ഇതിനെ വിളിക്കുക കാർബാനോൺ. 3 ഫ്രീ റാഡിക്കൽ. മക്കളെ, ഫ്രീ റാഡിക്കൽ. ഓക്കെ. കാർബോകാറ്റയോൺ, കാർബാനയോൺ. 3 ഫ്രീ റാഡിക്കൽ, കാർബോകാറ്റയോൺ, കാർബാനയോൺ. ഇന്റർമീഡിയറ്റ് ആണ്. ഫ്രീ റാഡിക്കൽ ആണ് ഇന്റർമീഡിയറ്റ് എങ്കിൽ അതിലേക്ക് വരുന്ന ആൾ തയ്ക്കണം ഫ്രീ റാഡിക്കൽ ആയിരിക്കണം. ബിക്കോസ് ഫ്രീ റാഡിക്കൽ can only combine with a free radical. That is, free radical is a reagent. നമ്മൾ ആരെ പറ്റി പഠിക്കുന്നത്? റിയേജന്റുകളെ പറ്റിയല്ലേ? ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ബോണ്ട് ബ്രേക്കേജ് ഇന്റർമീഡിയറ്റുകൾ ഉണ്ടാവും. ആ ഇന്റർമീഡിയറ്റിലേക്ക് റിയേജന്റ് വന്ന് പ്രോഡക്റ്റായി മാറുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആ റിയേജന്റുകളെ പറ്റിയല്ലേ പഠിക്കുന്നത്? ഇന്റർമീഡിയറ്റ് റാഡിക്കൽ ആണെങ്കിൽ വരുന്ന ആൾ തയ്ക്കണം റാഡിക്കൽ. ബിക്കോസ് റാഡിക്കൽ can only combine with a radical. റാഡിക്കൽ ആരായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ? റാഡിക്കലായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഫ്രീ റാഡിക്കൽ ഇസ് എ റിയേജന്റ്. അടുത്തത് ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണെങ്കിൽ അതിലേക്ക് വരുന്ന ആളായിരിക്കണം നെഗറ്റീവ് ചാർജ് ആളായിക്കല്ലേ? എടാ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണെങ്കിൽ അതിലേക്ക് വരുന്ന ആള് നെഗറ്റീവ് ചാർജ് ആളായിരിക്കണം. ദാറ്റ് മീൻസ് നെഗറ്റീവ് ചാർജ് ആള് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ലവിംഗ് ആയിരിക്കണ്ടേ? അപ്പൊ ഇയാൾ നമുക്ക് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുക. ന്യൂക്ലിയോഫൈൽ. എന്തുകൊണ്ടാണ് അയാൾ ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത് പറഞ്ഞാൽ അയാൾ പോസിറ്റീവ് ലവിംഗ് ആണ്, അയാൾ ന്യൂക്ലിയസ് ലവിംഗ് ആണ്. ന്യൂക്ലിയസ് ലവിംഗ് ആയിട്ടുള്ള ആളെ നീ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയോഫൈൽ. കിട്ടുന്നില്ല. ന്യൂക്ലിയസ് ലവിംഗ് ആയിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയോഫൈൽ. അപ്പൊ ന്യൂക്ലിയോഫൈൽ കാർബോകാറ്റയോൺ ആണ് ഇന്റർമീഡിയറ്റ് എങ്കിൽ അതിലേക്ക് വരുന്നത് പോസിറ്റീവ് ലവിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ പോസിറ്റീവ് ലവിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആളായിരിക്കും. നെഗറ്റീവ് ചാർജ് കേട്ടോ, OH മൈനസ് അല്ലെങ്കിൽ Cl മൈനസ് അല്ലെങ്കിൽ Br മൈനസ് അല്ലെങ്കിൽ Cn മൈനസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയാലും ന്യൂട്രലിന്റെ പ്രത്യേകത ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു മോളിക്യൂൾ ന്യൂക്ലിയോഫൈൽ ആണോ എന്ന് അറിയാൻ വേണ്ടി സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവർ ന്യൂക്ലിയോഫൈലാ. ഒന്ന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവർ ന്യൂക്ലിയോഫൈലാ. ചിലപ്പോൾ അത് ന്യൂട്രൽ ആവാം. ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ ന്യൂക്ലിയോഫൈൽ ആണോ എന്ന് നോക്കാൻ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. അവിടെ നോക്കിയേ, 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ 8 ഇവിടെ 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ 8. അപ്പൊ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കുക. അത് അറ്റ്ലീസ്റ്റ് ഒന്ന് എന്തായിരിക്കും വേണം? ലോൺ പെയർ ആയിരിക്കും വേണം. എന്നാൽ അത് ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. എന്താ പറഞ്ഞത്? അപ്പൊ നോക്കിക്കോ, ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ വരുന്ന ആള് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ can only combine with a free radical.
ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണെങ്കിൽ വരുന്നതാണ് പോസിറ്റീവ് ലവിങ്. പോസിറ്റീവ് ലവിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയൂ, പോസിറ്റീവ് ലവിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആയാലും മതി. നെഗറ്റീവ് ചാർജിൽ എല്ലാം ന്യൂക്ലിയോഫൈൽ ആയിരുന്നു. ന്യൂട്രലിന്റെ പ്രത്യേകത എന്താ? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക? 8 ഇലക്ട്രോൺസ് ഉണ്ടോ നോക്കുക. പറഞ്ഞേ, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺസ്. ആ 8 ഇലക്ട്രോൺസിൽ അറ്റ്ലീസ്റ്റ് ഒന്നെന്തായിരിക്കണം? ലോൺ പെയർ ആയിരിക്കണം. എന്നാൽ അത് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുക, ന്യൂക്ലിയോഫൈൽ. ഇനി ഇവിടെ നോക്കണം, എടാ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫൈൽ. ഇത് ഇവിടെ കാർബ് ആനയോൺ ആണ് ഇന്റർമീഡിയറ്റ് എങ്കിൽ ശ്രദ്ധിക്കണേ, കാർബ് ആനയോൺ ആണ് ഇന്റർമീഡിയറ്റ് എങ്കിൽ അതിലേക്ക് വരുന്ന ആളെന്തായിരിക്കും? നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ആയിരിക്കണ്ടേ, നെഗറ്റീവ് ലവിങ് ആയിരിക്കണ്ടേ. നെഗറ്റീവ് ലവിങ് ആയിട്ടുള്ള ആളെ എന്താ വിളിക്കുക? ഇലക്ട്രോഫൈൽ. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ലവിങ്, ഇലക്ട്രോഫൈൽ കേട്ടോ. ഇയാൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് സ്പീസ് ആണ്. അത് നോക്കിയാൽ പോസിറ്റീവ് H+ ആവാം, CH3+ ആവാം, CH3CO+ ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയാൽ മതി, AlCl3, BF3. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ ഇലക്ട്രോൺ ലവിങ് ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽസ് ആണ് ഇലക്ട്രോൺ ലവിങ്. They are able to accept a pair of electron. Able to accept a pair of electron. ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ മോളിക്യൂളിനെയും നിനക്ക് എന്തായിട്ട് കരുതാം? ഇലക്ട്രോഫൈൽ ആയിട്ട് കരുതാം. മോസ്റ്റ് പ്രോബ്ലി അതിൽ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ വാലൻഷ്യൽ 6 ഇലക്ട്രോൺ, റൈറ്റ്? ക്ലിയർ അല്ലേ? വാലൻഷ്യൽ 6 ഇലക്ട്രോൺ. ഇവരൊക്കെ എന്തായിരിക്കും? ജനറലി ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇതല്ലാത്ത ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമുക്ക് അത്ര വേണ്ട, അതുകൊണ്ട് അത്ര പറയാത്ത കേട്ടോ. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അവരെ നമുക്ക് വിളിക്കാം ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഓവർ, ഫസ്റ്റ് മെക്കാനിസം, ഫസ്റ്റ് പാർട്ട് ഓവർ. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇന്റർമീഡിയറ്റുകൾ ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ ആവാം, കാർബോകാറ്റയോൺ ആവാം, കാർബാനയോൺ ആവാം. ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ അവരായിട്ട് കമ്പൈൻ ചെയ്യാൻ വരുന്ന ആളാരായിരിക്കും? റിയേജന്റ് ഫ്രീ റാഡിക്കൽ ആയിരിക്കും. ഒരു ഇലക്ട്രോണുള്ള ഒരാൾക്ക് ഒരു ഇലക്ട്രോണുള്ള വേറൊരാളായിട്ട് മാത്രമേ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. 2 ഇലക്ട്രോണുള്ള ആളായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റൂല, തീരെ ഇല്ലാത്ത ആളായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ഫ്രീ റാഡിക്കൽ ക്യാൻ ഓൺലി കമ്പൈൻ വിത്ത് ഫ്രീ റാഡിക്കൽ. അടുത്ത ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ. അതിലേക്ക് വരുന്ന റിയേജന്റ് ആയിരിക്കണം നെഗറ്റീവ് ചാർജ്. അടുത്ത ഇന്റർമീഡിയറ്റ് കാർബാനയോൺ. അതിലേക്ക് വരുന്നത് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രോഫൈൽ പറഞ്ഞു, ന്യൂക്ലിയോഫൈൽ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഒരു പിക്ചർ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ്, ഇലക്ട്രോണിന്റെ ഓർഗാനിക് കെമിസ്ട്രിയിലെ മെയിൻ പാർട്ടായ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിലേക്ക് പോവാം. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്.